السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സൂറത്തുൽ ഫജ്റിൻ്റെ വിശദീകരണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭിച്ചത്. ആദ്യത്തെ 20 ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തതിൻ്റെ ചെറു വിശദീകരണം മനസ്സിലാക്കിയത്. ശേഷമുള്ളത് അവസാനത്തെ ഏതാനും ആയത്തുകളാണ്. തുടക്കഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 കാര്യങ്ങളെ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് വളരെ ഗൗരവമുള്ള പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. ശേഷം കഴിഞ്ഞുപോയ ആളുകൾ അള്ളാഹുവിൻ്റെ ഗൗരവമുള്ള പരലോക വിഷയത്തെ തള്ളിക്കളഞ്ഞ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ കടുത്ത ശിക്ഷയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് മനുഷ്യൻ്റെ അവസ്ഥകളെക്കുറിച്ച് അറിയിക്കുകയാണ്. മനുഷ്യർ 2 രൂപത്തിലാണ് അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളോട് പെരുമാറാറുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അനുഗ്രഹങ്ങൾ നന്നായി നൽകിയാൽ അവൻ പറയും, ഇതെൻ്റെ അധ്വാന ഫലം കൊണ്ടുണ്ടായിട്ടുള്ളതാണ്, ഞാൻ അധ്വാനിച്ചു, എൻ്റെ ബുദ്ധിയാൽ എനിക്ക് ലഭിച്ചു എന്നതല്ലാതെ ഇത് റബ്ബിൻ്റെ ഔദാര്യമാണ് എന്നുള്ള നിലക്ക് അള്ളാഹുവിന് ശുക്ർ കാണിക്കണം എന്നതവൻ മറന്നുപോവുകയാണ്. ബഹുഭൂരിപക്ഷം സാമ്പത്തികമായും ആരോഗ്യം കൊണ്ടുമൊക്കെ കഴിവ് ലഭിച്ച ആളുകളുടെ അവസ്ഥ ഇതാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ ലഭിച്ചതിന് നന്ദി കാണിക്കേണ്ടതിന് പകരം പലപ്പോഴും അത്തരം അനുഗ്രഹങ്ങളുടെ സമയത്ത് അള്ളാഹുവിനെ ധിക്കരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല മേഖലകളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് അവൻ പറയുന്നത്? അവൻ പറയാതെ പറയുന്നത്, എൻ്റെ സമ്പത്താണ്, എൻ്റെ ആരോഗ്യമാണ്, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുക എന്നുള്ളതൊന്നും എനിക്ക് വയ്യ എന്നുള്ള നിലക്കാണ് പറയുന്നത്. ഏതേത് അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയത്തും അള്ളാഹുവിനെ കൂടുതൽ മറന്നു പോകുന്ന ആളുകളെ കാണാൻ സാധിക്കും. എന്നാൽ രണ്ടാമത്തൊരു വിഭാഗം, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ വല്ല പരീക്ഷണങ്ങളോ കുടുസതകളോ ഉപജീവനത്തിലുള്ള ഞെരുക്കങ്ങളോ നൽകിയാൽ അവർ പറയും, എൻ്റെ റബ്ബ് എന്നെ കഴിയൊഴിഞ്ഞു, എൻ്റെ റബ്ബ് എന്നെ വേണ്ട രൂപത്തിൽ പരിഗണിച്ചില്ല എന്നും പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നിന്നും റബ്ബിനെ തന്നെ പഴിച്ചുമൊക്കെ അകന്നു പോകുന്ന ആളുകളെയും കാണാൻ സാധിക്കും. എന്നാൽ ഒരു മുഅ്മിൻ അങ്ങനെ ആയിക്കൂടാ. അള്ളാഹു തആല ശേഷം കല്ല, ഒരു മുഅ്മിൻ അങ്ങനെ ആയിക്കൂടാ എന്നാണ് പറയുന്നത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ നന്ദി കാണിക്കേണ്ടതുണ്ട്, പരീക്ഷണങ്ങൾ ലഭിച്ചാൽ അവൻ അതിൽ ക്ഷമിക്കേണ്ടതുണ്ട്. ഇതാണ് സൗഭാഗ്യത്തിൻ്റെ മാർഗമായി സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം അവസാനത്തെ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഹൃദയങ്ങളെ ഒരുപാട് തൊട്ടുണർത്തേണ്ട, പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തുകളിലുള്ളത്. ആദ്യം അത് നമുക്ക് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد.
يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي വദ്ഖുലി ജന്നതി. അല്ലാഹു തആല പറയുന്നു, കല്ല ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്ക വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റ. ആദ്യം 3 കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിലൊന്നാമത് പറഞ്ഞത് അന്ത്യദിനത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവവികാസത്തെക്കുറിച്ചാണ്. അല്ലാഹു തആല ഈ ഭൂമിയെ അത് പൊടി പൊടിയാക്കി തീർക്കുന്നതായിരിക്കുമെന്നാണ്. ഈ ഭൂമിയിൽ ഒരുപാട് ഉയർന്നതും താഴ്ന്നതുമായൊക്കെ പ്രതലങ്ങളുണ്ടാകും, ഒരുപാട് മലകളുണ്ടാകും. അതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊടിച്ച് ഇല്ലാതാക്കി കളയും. കല്ല, വേണ്ട. ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്ക, ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പൊടിക്കൽ പൊടിച്ചു കഴിഞ്ഞാൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, നമുക്കറിയാം ഈ ദുനിയാവിൽ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറ ഒരുക്കുക. അല്ലാഹു തആല ഇവിടെ തന്നെയാണ് മഹ്ശറ ഒരുക്കുക. ആളുകളെല്ലാം ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കുന്നത് ഇവിടെയാണ്. അതിനു മുമ്പായ ഖിയാമത്ത് നാളിൽ ഇവിടെയുള്ള മരങ്ങളും ഇവിടെയുള്ള മുഴുവൻ മലകളും എല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കി കളയും. ഭൂമിയിൽ അങ്ങനെ ഉയർന്നതോ താഴ്ന്നതോ ആയ പ്രദേശങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ്. എല്ലാം ഒരൊറ്റ നിരപ്പിലായിരിക്കും. ആളുകൾക്കെല്ലാം പരസ്പരം കാണാൻ സാധിക്കുന്ന രൂപത്തിൽ എല്ലാവരും ആ വിശാലമായ മഹ്ശറയുടെ ഭൂമിയിലായിരിക്കും എന്നുള്ളതാണ് സഹോദരങ്ങളെ പറയുന്നത്. അപ്പം ആ ഒരു പരലോകത്തിൻ്റെ അന്ത്യദിനത്തിൻ്റെ ദിവസം വന്നെത്തിക്കഴിഞ്ഞാൽ എന്നല്ലാഹു തആല പറയാൻ, വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ, അല്ലാഹു സുബ്ഹാനഹു വ തആല വരും, മലക്കുകൾ അതിന് പിന്നിലായി അണിയായി അവർ വരും. വജീഅ യൗമഇദിൻ ബിജഹന്നം, അന്നേ ദിവസം നരകത്തെ കൊണ്ടുവരപ്പെടും. യൗമഇദിൻ, ആ ദിവസം അവർ പറയും, അവർ ചിന്തിക്കും, യതദക്കറുൽ ഇൻസാൻ, മനുഷ്യനൊന്ന് ചിന്തിക്കും, വഅന്നാ ലഹു ദിക്റ, അവനിനി ചിന്തിച്ചിട്ട് എന്താണ് ലഭിക്കാനുള്ളത്, അവനിനി ഇപ്പോൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്താണ് അവൻ ഇപ്പോഴാണല്ലോ ഓർമ്മ വന്നിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങൾ ചോദിക്കാൻ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മനുഷ്യനാകട്ടെ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി, പക്ഷേ ദുനിയാവിന് പ്രാധാന്യം, ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആഖിറത്തിനെ മറന്നുപോയവരാകട്ടെ അവിടെ നിന്ന് വിരൽ കടിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാതെ ഈ ദീനിനെ പരിഹസിച്ച് ഈ ദീനിൻ്റെ നിയമങ്ങളെയൊക്കെ പുച്ഛിച്ച് തള്ളി അങ്ങനെ അഹങ്കാരികളായി താന്തോന്നികളായി ജീവിച്ച ആളുകളെല്ലാം ആരാകട്ടെ, അവൻ യുക്തിവാദികളാകട്ടെ, അതല്ലെങ്കിൽ ഏത് രൂപത്തിലുള്ള കാഫിറുകളാകട്ടെ, വ്യത്യസ്ത രൂപങ്ങളിൽ ഷിർക്കിലേക്ക് പതിച്ച ആളുകളാകട്ടെ, എല്ലാ ആളുകൾക്കും അന്ന് വളരെ കൃത്യമായി യഥാർത്ഥത്തിലുള്ള ഇസ്ലാം എന്താണെന്ന് അവർക്കവിടെ മനസ്സിലാകുകയാണ്. ഏതൊരു ദീനാണ് അവർ സ്വീകരിക്കേണ്ടിയിരുന്നത് എന്നവർക്ക് മനസ്സിലാകുന്നതായിരിക്കും. അള്ളാഹുവിൻ്റെ ദീൻ എന്തായിരുന്നു എന്നെല്ലാം അവർക്ക് വളരെ കൃത്യമായി മനസ്സിലാകുന്ന ഒരു രംഗമാണത് ആ പരലോകമെന്ന് പറയുന്നത്. അല്ല, അവർ മരിക്കുന്ന വേളയിൽ തന്നെ അവർക്കത് തിരിച്ചറിയാവുന്നതാണ്. മരിക്കുന്ന വേളയിൽ തന്നെ ഓരോരുത്തർക്കും വരുന്ന മലക്കുകൾ വ്യത്യസ്തമാണ്. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന, ആത്മാവിന് കൊണ്ടുവരാൻ പോകുന്ന മലക്കുകൾ അത് വേറെയാണ്. അവർ സ്വർഗത്തിലേക്കുള്ള സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടാണ് ആളുകളെ കൊണ്ടുപോകുന്നത്. നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന മലക്കുകളും ആ നരകത്തിലേക്കുള്ള ദുഃഖവാർത്തയും ഭയാനപ്പെടുത്തുന്ന കാഴ്ചകളുമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് കൊണ്ടാണ് റൂഹിനെ പരുഷമായി പിടിച്ചു കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ മറ്റു പല ആയത്തുകളുടെ വിശദീകരണത്തിലും കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ആ നിലക്ക് മനുഷ്യരെല്ലാവരും തിരിച്ചറിയുന്ന ഒരു രംഗമാണ് സഹോദരങ്ങളെ അവിടെ ഉണ്ടാകുന്നത് എന്നാണ്. എന്നാൽ ആ സമയത്ത് അവനങ്ങനെ തിരിച്ചറിയുന്നത് കൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടാവുന്നില്ല. അവൻ പറയും, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, ഈ ഒരു ജീവിതത്തിന് വേണ്ടി ഞാൻ ദുനിയാവിൽ പണിയെടുത്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നവൻ ഓരോരുത്തരും ചിന്തിക്കും. നന്നായി നിസ്കരിച്ചാൽ മതിയായിരുന്നു, നോമ്പെടുത്താൽ മതിയായിരുന്നു, സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ മതിയായിരുന്നു, ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് ഓരോരുത്തരും ചിന്തിക്കുന്ന വേളയാണ് അത് എന്നുള്ളത്. എന്നാൽ എല്ലാ ആളുകളും ദുനിയാവിൻ്റെ വഞ്ചനയിലാണ്. ദുനിയാവിൻ്റെ വഞ്ചനയിൽ അകപ്പെട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, യാ ഖൗമി ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ മതാ,
ഓ ജനങ്ങളെ, ഈ ദുനിയാവെന്ന് പറയുന്നത്, ഐഹിക ജീവികം എന്ന് പറയുന്നത് അത് സുഖങ്ങളുടെ ഒരു ലോകമാണ്. ഇവിടെ സുഖങ്ങൾ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. വ ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, നിങ്ങൾക്ക് എന്നെന്നും കഴിയാൻ സാധിക്കുന്ന, എന്നെന്നും വസിക്കാൻ സാധിക്കുന്നത് അത് ആഖിറത്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതായത് ദുനിയാവെന്ന് പറയുന്നത് കുറഞ്ഞ കാലം മാത്രമേ നമ്മൾ ഉണ്ടാകുന്നുള്ളൂ. ആരും അവിടെ കാലാകാലത്തേക്ക് ജീവിക്കുന്നില്ല. ഈ ദുനിയാവിൻ്റെ അവസ്ഥ തന്നെ അതാണ്. ഇനി അതിനുശേഷം നമ്മൾ ഖബറിലേക്കാണെങ്കിലും ശരി, അത് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് അൽഹാകുമുത് തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ, പരസ്പരം പെരുമ നടിച്ചുകൊണ്ട് ദുനിയാവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തികമായി പെരുമ നടിച്ചുകൊണ്ട് ആളുകൾക്ക് പരലോകത്തെ അശ്രദ്ധമാക്കി കളഞ്ഞിരിക്കുന്നു. ഇതുണ്ടാകുക മരിക്കുന്നത് വരെയാണ്. ഹത്താ സുർത്തുമുൽ മഖാബിർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഖബർ സന്ദർശിക്കുന്നത് വരെ. ഖബർ എന്ന് പറയുന്നത് പോലും ഒരു സന്ദർശന സ്ഥലം മാത്രമാണ്. അവിടെ കാലാകാല താമസമില്ല. കാലാകാല താമസം അത് പരലോകത്തേക്ക് മാത്രമാണ് എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ ആളുകൾ ഈ ദുനിയാവിൽ ഈ ജീവിക്കുന്നത് വളരെ കുറഞ്ഞ കാലം മാത്രമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ ദുനിയാവ് എത്രമാത്രം നശ്വരമായതാണ്, എത്രമാത്രം നിസ്സാരമായതാണെന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു മനുഷ്യന് എത്ര വലിയ ആരോഗ്യമുണ്ടെങ്കിലും അതിനുശേഷം ദൗർബല്യമുണ്ടാകും, രോഗമുണ്ടാകും. സ്ഥിരമായ ആരോഗ്യം ആർക്കില്ല. സ്ഥിരമായി ആരോഗ്യമുണ്ടാക്കുന്ന ഒരു മനുഷ്യന് ലോകത്തുണ്ടാവുകയില്ല. ആരോഗ്യമുണ്ടായിട്ടുണ്ടോ ഉടനെ രോഗമുണ്ടാകും. ആഫിയത്തുണ്ടെങ്കിൽ അവന് മുസീബത്തുകൾ പിന്നാലെ ഉണ്ടാകും. എത്ര കരുത്തരാണെങ്കിലും ശരി, കരുത്ത് ക്ഷയിച്ചു പോകുന്ന കാലം വരും. എത്ര രൂപത്തിലുള്ള സന്തോഷവും അതുപോലെ തന്നെ സമാധാനവുമുള്ള ആളുകളാണെങ്കിലും ശരി, പിന്നീട് ദുഃഖത്തിൻ്റെ നാളുകൾ ഉണ്ടാകും. ഒന്നും അവിടെ സ്ഥിരമല്ല. ഇതൊക്കെ മനസ്സിലാക്കി തരുന്നത് ഇത് സ്ഥിരമായി താമസിക്കാനുള്ള ഭവനമല്ല എന്നുള്ളതാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ എന്നും സന്തോഷം ഉണ്ടാകണമായിരുന്നു. ആർക്കെങ്കിലും ലോകത്തിൽ എന്നും സന്തോഷമുള്ള ആളുകൾ ഉണ്ടാകണമായിരുന്നു. ഒരാൾക്കും അത് ജീവിക്കുന്നില്ല. ഒന്നുകിൽ ആളുകൾ ഒരുപാട് കാലം ജീവിക്കുകയാണെങ്കിൽ അവൻ ദൗർബല്യത്തിൽ നിന്നും ദൗർബല്യത്തിലേക്ക്, അർദലുൽ ഉമർ, പ്രായത്തിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിലേക്ക് എത്തും. എത്ര കഴിവുള്ള യുവാക്കളാണെങ്കിലും ശരി, ശക്തിയുള്ള ആളുകളാണെങ്കിലും ശരി, പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആളുകൾ എത്തുകയാണ്. അല്ല, എത്ര 30 വയസ്സിലും 40 വയസ്സിലൊക്കെ കരുത്തരായിട്ടുള്ള ആളുകളായിരിക്കും. വേണമെങ്കിൽ ഒരു 10 പേരെ ഒരുമിച്ച് നേരിടാൻ പറ്റുന്ന കരുത്തൊക്കെയുള്ള ആളുകളുണ്ടാകും. പക്ഷെ പ്രായം കൂടിക്കഴിഞ്ഞാൽ പിന്നീട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. 70 വയസ്സ്, 80 വയസ്സ്, 90 വയസ്സൊക്കെ ആകുന്ന സമയത്ത് എവിടെയെങ്കിലൊക്കെ കിടന്നിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവനവന് വേണ്ട ഖളാ ഉൽ ഹാജ, മലമൂത്ര വിസർജ്യങ്ങൾക്ക് പോലും മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പോകുകയാണ്. അതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അല്ലെങ്കിൽ അവൻ നേരത്തെ മരിച്ചു പോകും. ഈ രണ്ടൊരവസ്ഥ മാത്രമേ മനുഷ്യനുണ്ടാവുകയുള്ളൂ. അവനൊന്നുകിൽ നേരത്തെ മരിക്കാം, അതല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള അവസ്ഥയിലേക്ക് അവൻ കടന്നു പോകും. അതല്ലാതെ സ്ഥിരമായിട്ട് ആരോഗ്യത്തോടുകൂടി, ആഫിയത്തോടുകൂടി തൻ്റെ സമ്പത്തുകളെല്ലാം നോക്കിക്കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഒരാൾക്കും ഈ ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ലോകമാണ് ദുനിയാവ്. അത് വിഭവങ്ങൾ, അത് സഹോദരങ്ങളെ വഞ്ചനയുടെ വിഭവങ്ങൾ മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. എന്നിട്ട് പറയുന്നു, വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ, അന്നേ ദിവസം നിൻ്റെ റബ്ബ് വരുന്നതാണ്. അതുപോലെ തന്നെ അണിയായി സഫായി മലക്കുകളും വരുന്നതാണ് എന്നാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ അഖീദപരമായ ഒരു വിഷയമുണ്ട്. വജാഅ റബ്ബുക്, നിൻ്റെ റബ്ബ് വന്നു എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഏതൊരു ഫിഅലും ഏതൊരു ക്രിയയും റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർത്തി പറഞ്ഞാൽ അത് ഹഖീഖത്തൻ അങ്ങനെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലക്കുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. അത് ഭാഷാപരമായ നിയമവുമാണ്. ഒരു പ്രവൃത്തി ഒരാളിലേക്ക് ചേർത്തി കൊടുത്താൽ അതിൻ്റെ അടിസ്ഥാനം അയാൾ അത് ചെയ്തു എന്നാണ്. ആ പ്രവൃത്തി അയാളുടേതാണെന്ന് പറയലാണ്. അതല്ലാതെ അതിനെ മറ്റൊന്നായി വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് അത് ഭാഷാപരമായും തെറ്റാണ്. അടിസ്ഥാനം അങ്ങനെയാണ്. ഒരു ക്രിയ, ഒരാൾ വന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? സെയ്ദ് ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ സെയ്ദ് വന്നു എന്ന് തന്നെയാണ്. അതിൻ്റെ അർത്ഥം ഒരിക്കലും സെയ്ദ് ഒരാളെ വിട്ടു എന്നല്ല, അല്ലെങ്കിൽ സെയ്ദിൻ്റെ എന്തെങ്കിലുമൊക്കെ വാർത്ത വന്നു എന്നല്ല. അങ്ങനെയല്ല. അടിസ്ഥാനം അയാൾ വന്നാൽ അയാൾ വന്നു എന്ന് തന്നെയാണ്. ഇവിടെ എന്താണ് ഇത് പറയാൻ കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പിഴച്ചുപോയ അള്ളാഹുവിൻ്റെ അസ്മാ വ സിഫാത്തുകളെ ദുർവ്യാഖ്യാനിക്കുന്ന ആളുകൾ, അശ്അരികളാകട്ടെ അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ജഹ്മിയാക്കളാകട്ടെ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ നിഷേധിച്ച് തള്ളുന്ന ആളുകളാണ്. അതിനവർ പല ന്യായവും പറയും. ജാ റബ്ബുക്, അള്ളാഹു വന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനൊരു മക്കാന് കൊടുക്കണം, അള്ളാഹുവിൻ്റെ സ്ഥലം, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങനെ സ്ഥലം കൊടുക്കുക എന്നൊന്നും പറയുന്നത് അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. അതുകൊണ്ട് അവർ ദുർവ്യാഖ്യാനിച്ചു. നിങ്ങൾക്ക് തഫ്സീർ ജലാലിനിലൊക്കെ കാണാൻ സാധിക്കും. വജാ റബ്ബുക എന്ന് പറഞ്ഞാൽ അവർ അതിന് തഫ്സീർ കൊടുക്കൂ, ജാ അംറു റബ്ബിക്, നിൻ്റെ റബ്ബിൻ്റെ കൽപ്പന വന്നു എന്നാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറയുമായിരുന്നു. കാരണം അള്ളാഹുവിൻ്റെ കൽപ്പനയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മറ്റു പല സ്ഥലത്തും വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ പറയുമായിരുന്നു. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് വിശ്വസിക്കുക
എന്താണോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നത്, എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമുക്ക് അറിയിച്ചു തന്നത്, അത് അതുപോലെ ഉണ്ട് എന്ന് വിശ്വസിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ ഉണ്ട്, അത് അള്ളാഹു യോജിക്കുന്ന രൂപത്തിൽ. അതല്ലാതെ അത് പടപ്പുകളുടേതുപോലെ എന്ന് സാദൃശ്യപ്പെടുത്തുക, അങ്ങനെയുള്ള മുശബ്ബിഹാക്കളുടെ സ്വഭാവം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് കാണിക്കുകയില്ല. യഥാർത്ഥത്തിൽ നിഷേധിക്കുന്ന ആളുകൾ ആദ്യം ഇത് മറ്റൊന്നുമായി സാദൃശ്യപ്പെടുത്തി അത് അള്ളാഹുവിന് യോജിക്കുകയില്ല എന്ന് കരുതി അങ്ങനെയാണ് നിഷേധിക്കുന്നത്. ഇപ്പോൾ അവർ ഇങ്ങനെ ഒരു കാര്യം, അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് യദുണ്ട് എന്ന് പറയുമ്പോൾ അവരിങ്ങനെ മനുഷ്യന്മാരുടെ കൈ പോലെ സങ്കല്പിക്കും. അപ്പോൾ അതിന് ഒരുപാട് കുറവുകളുണ്ട്. അപ്പോൾ അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ അത് കൈ എന്ന് പറയരുത്, അത് അള്ളാഹുവിൻ്റെ അധികാരമെന്നോ അള്ളാഹുവിൻ്റെ കരുത്തെന്നോ ശക്തിയെന്നോ അങ്ങനെയൊക്കെ നമ്മൾ പറയണം. അതല്ലെങ്കിൽ അത് മോശമാണ്. എന്തുകൊണ്ടാണ് അവരങ്ങനെ അത് ദുർവ്യാഖ്യാനിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നത്? കാരണം അവർ ആദ്യം അത് പടപ്പുകളോട് സാദൃശ്യപ്പെടുത്താൻ. അപ്പോൾ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തുമ്പോൾ അവർ ചിന്തിക്കുമ്പോൾ അതിന് പല കുറവുകളുണ്ട്. അപ്പോൾ അള്ളാഹു അങ്ങനെ കുറവുകളില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനത് ഇല്ല എന്ന് പറയണം എന്ന രൂപത്തിൽ നല്ല നിയ്യത്തോടു കൂടി യഥാർത്ഥത്തിൽ ഖുർആനിനും സുന്നത്തിനും എതിരാകുന്ന അഭിപ്രായങ്ങളിലേക്കും വിശ്വാസങ്ങളിലേക്കുമാണ് അവർ പോകുന്നത്. എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅ അവർ അത് അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിലുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അള്ളാഹു താല അതിനോട് അടിസ്ഥാനം തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പോലെ ആരുമില്ല. എന്നാൽ വഹുവസ് സമീഉൽ ബസീർ, അള്ളാഹു എല്ലാം കേൾക്കുന്ന അസ്സമീഅ. അള്ളാഹുവിൻ്റെ നാമമാണ് അസ്സമീ, എല്ലാം കേൾക്കുന്നവനാണ്. അള്ളാഹുവിന് കേൾവിയുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു അൽ ബസീറാണ്, എല്ലാം കാണുന്നവനാണ്. അള്ളാഹുവിന് കാഴ്ചയുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ കേൾവി പടപ്പുകളുടെ ആരുടെയെങ്കിലുമൊക്കെ കേൾവിയെ പോലെയാണോ? ഒരിക്കലുമല്ല. അള്ളാഹുവിൻ്റെ കാഴ്ച പടപ്പുകളുടെ ആരുടെയെങ്കിലുമൊക്കെ കാഴ്ച പോലെയാണോ? അങ്ങനെയല്ല. കാരണം പടപ്പുകൾക്ക് കേൾവിക്കും കാഴ്ചക്കൊക്കെ ഒരുപാട് ന്യൂനതകളും കുറവുകളൊക്കെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങനെ ഒരു പരിധിയില്ല. അള്ളാഹുവിന് യാതൊരു ന്യൂനതയുമില്ല. അതാണ് ആദ്യത്തെ ഭാഗം. ലൈസ കമിസ്ലിഹി ഷൈ, ഒന്നും അള്ളാഹു താലയെ പോലെ ആരുമില്ല. എന്നാൽ അള്ളാഹു സമീ ആണെന്ന് നമ്മൾ വിശ്വസിക്കണം, അള്ളാഹു അൽ ബസീർ ആണെന്ന് വിശ്വസിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. അതെങ്ങനെയാണെന്നുള്ള ചോദ്യം, അള്ളാഹുവിൻ്റെ കേൾവി എങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ കാഴ്ച എങ്ങനെയാണ് രാത്രിയുടെ 1/3 അള്ളാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരിക? ഇത്തരം ചോദ്യങ്ങൾ സഹോദരങ്ങളെ അത് പാടില്ലാത്ത ബിദ്അത്താണ് എന്നാണ് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ. അദ്ദേഹം ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഒരാൾ വന്നിട്ട് അയാളോട് ചോദിച്ചു, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു താഹയിൽ പറഞ്ഞല്ലോ, അള്ളാഹു അർശിന്മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോഹണം ചെയ്തിരിക്കുന്നു, അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹു അർശിന് മുകളിലായിരിക്കുന്നു, ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അയാൾ ചോദിച്ചു, കൈഫൽ ഇസ്തിവ, എങ്ങനെയാണ് ഇസ്തിവ എന്ന് ചോദിച്ചു. അള്ളാഹു തആലയുടെ ഇസ്തിവ എങ്ങനെയാണ്? സാധാരണ ഇസ്തവ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നിന് മുകളിലായി എന്നാണ് ഇസ്തിവാൻ്റെ അർത്ഥം. എന്നാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഒരു വലിയ അധികാരപീഠത്തിലോ അല്ലെങ്കിൽ അവൻ്റെ ഒരു കസേരയിലോ ഇരിക്കുന്നത് പോലെയാണോ? നഊദു ബില്ലാഹ്, ഒരിക്കലും അങ്ങനെയല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അർശ് എങ്ങനെയാണ് നമുക്കറിയുകയില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ദാത്ത് എങ്ങനെയാണ് നമുക്കറിയുകയില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന് മുകളിലാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് അതേപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇയാളുടെ ഈ ചോദ്യം കേട്ടപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹത്തിന് വലിയ ദേഷ്യം വന്നു. ഇയാളുടെ ഈ ചോദ്യത്തിൻ്റെ ഗൗരവം കാരണത്താൽ ഇമാം മാലിക് റഹിമഹുല്ലാ കുറേ നേരം മിണ്ടിയില്ല. അദ്ദേഹത്തിൽ നിന്നും വേർപ്പുകൾ ഇങ്ങനെ ധാരധാരയായി വരാൻ തുടങ്ങി. അദ്ദേഹം ആ രൂപത്തിലേക്ക് വലിയ പ്രയാസത്തിലായി എന്നാളുകൾക്ക് മനസ്സിലായി. അവസാനം അദ്ദേഹം പറഞ്ഞു, അൽ ഇസ്തിവാ ഗൈറു മജ്ഹൂൽ. ഇസ്തിവാ എന്ന് പറയുന്ന പദം അറബി ഭാഷയിൽ, അതുകൊണ്ടാണ് അറബിയിൽ അല്ലാഹു തആല പറഞ്ഞു തന്നത്. അത് അറിയാത്തൊരു കാര്യമല്ല. ഒന്നൊന്നിന് മുകളിലാകുക എന്നുള്ളതാണ് ഇസ്തിവാ എന്ന് പറയുന്നത്, ഒന്നിൻ്റെ മേൽ ആരോഹിതനാകുക എന്നുള്ളതാണ്. എന്നാൽ വൽ കൈഫു ഗൈറു മഅഖൂൽ, അതിൻ്റെ രൂപം എന്ന് പറയുന്നത് നമ്മുടെ അക്കല് കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. അള്ളാഹു തആലയെക്കുറിച്ച് ഇങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്. വൽ അഖ്ലു വൽ മഅഖൂൽ, എന്നാൽ വൽ ഈമാനു ബിഹി വാജിബ്. നിനക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് നിനക്കത് വിശ്വസിക്കാൻ പാടില്ല എന്നാണ്. അല്ല, വിശ്വസിക്കൽ നിനക്ക് ബാധ്യതയാണ്. ആറാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, അതിന്റെ കൈഫ് എങ്ങനെയാണ് ചോദിക്കുക എന്ന് പറയുന്നത് ബിദ്അത്താണ്. എന്തുകൊണ്ടാണ് ബിദ്അത്താണെന്ന് പറയുന്നത്? കാരണം അത് ചോദിച്ചു മനസ്സിലാക്കേണ്ട ഒരു ഇൽമായിരുന്നെങ്കിൽ അത് സ്വഹാബികൾ ചോദിക്കുമായിരുന്നു. അല്ല, ചില ആളുകൾ പറയും ഞാനത് ചോദിക്കുന്നത് മനസ്സിലാക്കുന്നത് എനിക്ക് അറിവിന് വേണ്ടിയിട്ടാണ് എന്നാണ്. അത്തരക്കാരോട് പറയാനുള്ളത്, സ്വഹാബികൾ നിങ്ങളെക്കാളും അറിവിന് വേണ്ടി തൽപരരായിരുന്നു. നമ്മുടെ സലഫുകൾ നിങ്ങളെക്കാളും അറിവിന് വേണ്ടി തൽപരരായിരുന്നു. അവരാരും തന്നെ ഖുർആനിൻ്റെ വിശദീകരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സിഫത്തും എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടില്ല. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കൈ, എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചിരി, ഇതൊക്കെ ഹദീസുകളിൽ ആയത്തുകളിലൊക്കെ വന്നിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ രൂപം ചോദിക്കുക എന്ന് പറയുന്നത്
ബിദ്അത്താണ്. അത് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ കേവലം ചില അമലുകൾ സുന്നത്തിനെതിരായി ചെയ്യുക എന്ന് മാത്രമല്ല, ഈ രൂപത്തിൽ വിശ്വാസപരമായ കാര്യങ്ങളിലുള്ള അനാവശ്യമായ ചോദ്യങ്ങളും അത് സ്വഹാബികൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ബിദ്അത്താണ് എന്നാണ് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ല പറയുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് വജാ റബ്ബുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നു എന്ന് തന്നെയാണ്. മഹ്ശറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയ്ക്ക് വേണ്ടി വരുന്ന രംഗമാണത്. അല്ലാഹു തആല അവിടെ വരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ അടിമകളോടും നേർക്ക് നേരെ ഒരു പരിഭാഷകനില്ലാതെ, ഒരു തുർജുമാൻ ഇല്ലാതെ നേർക്ക് നേരെ സംഭാഷണം നടത്തുന്നതാണ്. ഓരോരുത്തരോടും സംസാരിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ആ വരവ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയുകയില്ല. അത് വിചാരിച്ച് ഇത് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു എന്ന് ദുർവ്യാഖ്യാനിക്കുക എന്നുള്ളത് പാടില്ല, അപരാധമാണ്. അത് വലിയ ബിദ്അത്താണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല വന്നു എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. അതിനപ്പുറത്തേക്കുള്ള ചോദ്യം എങ്ങനെയാണ് ആ വരവ് എന്നൊന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എവിടുന്നാണ് അത് വരുന്നത് എന്നൊന്നും ചോദിക്കുക എന്നുള്ളത് അത് പാടില്ലാത്ത കാര്യമാണ്. വജാഅ റബ്ബുക വൽ മലക്കു, അള്ളാഹുവിൻ്റെ മലക്കുകളും വരികയാണ്. സഫൻ സഫ, ആ മലക്കുകൾ എങ്ങനെയാണ്? അണിയണിയായിട്ടാണ് ഉണ്ടാവുക. ഒരു സഫിന് ശേഷം ഒരു സഫായി അങ്ങനെ അണിനിരക്കുന്നതായിരിക്കും എന്ന് പറയണം. ആ രൂപത്തിൽ വലിയൊരു സദസ്സാണത്. മഹ്ശറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും വിചാരണ ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹു വരുന്നു, മലക്കുകൾ പിന്നിൽ അണിയണിയായി വരുന്നു. ആ രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല മുഴുവൻ അള്ളാഹുവിൻ്റെ പടപ്പുകളെയും ആ മഹ്ശറയുടെ ഭൂമിയിൽ, വിശാലമായ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുന്നുവെന്നാണ്. എത്രത്തോളം മനുഷ്യരെയും ജിന്നുകളെയും അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ചെറു പക്ഷികൾ, ചെറു പ്രാണികളെപ്പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. വന്യമൃഗങ്ങളെപ്പോലും ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. ഇതിൽ ഹുശറത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല വന്യമൃഗങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടുന്നു. ഒരാളും അവിടെ ബാക്കിയാക്കുന്നില്ല. മുഴുവനും ആ പരലോകത്ത് സഹോദരങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം താക്കീതായി റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് വജീഅ യൗമഇദിൻ ബിജഹന്നം, അന്നേ ദിവസം നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നതാണ് എന്നാണ്. ഇവിടെ വലിച്ചു കൊണ്ടുവരപ്പെടുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഈ ആയത്തിൽ പറയുന്നില്ല. എന്നാൽ സുന്നത്തുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. നരകം അത് കൊണ്ടുവരുന്നത് അത് സഹോദരങ്ങളെ 70,000 ചങ്ങലകൾ വലിച്ചുകൊണ്ടാണ്. ആ നരകത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ അത് മതിയായതാണ്. 70,000, 7 അല്ല, 70 അല്ല, 700 അല്ല, 70,000 ചങ്ങലകൾ ആ നരകത്തിനുണ്ട്. ആ 70,000 ചങ്ങലകൾ വലിച്ചു കൊണ്ടുവരുന്നതാണ് എന്നാണ്. ആ ഓരോ ചങ്ങല വലിക്കാനും 70,000 മലക്കുണ്ട്. ആലോചിച്ച് നോക്കണം. 70,000 മലക്കുകൾ ഓരോ ചങ്ങലക്കുമുണ്ട്. അങ്ങനെയുള്ള 70,000 ചങ്ങലകൾ സഹോദരങ്ങളെ ഉണ്ട് എന്നുള്ളതാണ്. എത്ര ഭാരമുള്ളതായിരിക്കും ആ നരകം എന്ന് പറയുന്നത്, എത്ര വലിപ്പമുള്ളതായിരിക്കും ആ നരകം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കരുത്തരായ മലക്കുകൾ ആ നരകത്തെയും വലിച്ചുകൊണ്ട് കൊണ്ടുവരുന്നതാണെന്നാണ്. ആ നരകമാകട്ടെ സദാസമയവും തിളച്ചു മറയുന്നതാണ്. തക്കാദു തമയ്യസു മിനൽ ഗൈർ, കോപം കൊണ്ട് ആ നരകം ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടേയിരിക്കുന്ന കടുത്ത ചൂടുള്ള നരകമാണത്. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ, ഓരോ സംഘത്തെയും നരകത്തിലേക്ക് ഇങ്ങനെ ഇടപെടുന്ന സമയത്ത് സഅലഹും ഖസനതുഹാ, അതിൻ്റെ കാവൽക്കാർ ചോദിക്കും അലം യഅതികും നദീർ, നിങ്ങൾക്ക് ഇത്രയും ഗൗരവമുള്ള നരകമുണ്ട് എന്ന് പറയാനുള്ള താക്കീതുകാർ വന്നിരുന്നില്ലേ എന്ന ആ നരകത്തിലുള്ള കാവൽക്കാർ ചോദിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അപ്പോൾ ഇവിടെ സഹോദരങ്ങൾ 3 കാര്യങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുന്നത്. ഒന്ന്, അള്ളാഹുവിൻ്റെ വരവ് അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല വെറുതെ വരുന്നതല്ല, അവൻ്റെ ഒരു പ്രവർത്തനവും വ്യഥാവുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായ വിചാരണ ഓരോരുത്തരെയും റബ്ബ് സുബ്ഹാനഹു വ തആല നടത്തുന്നതാണ്. അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ, ശക്തരായ മലായിക്കത്തുകൾ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ തന്നെ നരകത്തെയും അവിടെ കൊണ്ടുവരുന്ന വേളയിൽ മുഴുവൻ ആളുകൾക്കും കാര്യം ബോധ്യപ്പെടുകയാണ്. യൗമ ഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റ, ആ ദിവസം മനുഷ്യരിത അവൻ ഓർമ്മ വരുന്നതാണ്. യതദക്കറുൽ ഇൻസാൻ, മനുഷ്യന് കാര്യം ഓർമ്മ വരികയാണ്. അല്ലാഹു തആല ചോദിക്കുന്നു വഅന്നാ ലഹു ദിക്റ, എവിടെ നിന്നാണ് അവൻ ഇപ്പോൾ ഓർമ്മ വന്നത്? അതല്ല, എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം? ഇപ്പോൾ ഇതൊക്കെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഭൂമിയിൽ ഇസ്ലാമിനെ പരിഹസിക്കുന്ന സമയത്ത് ചിന്തിക്കണമായിരുന്നു. ഭൂമിയിൽ തൗഹീദിനെ പരിഹസിക്കുന്ന സമയത്ത് ചിന്തിക്കണമായിരുന്നു. ബഹുദൈവാരാധനയിലും അതേപോലെയുള്ള തിന്മകളിലുമെല്ലാം മുഴുകുന്ന സമയത്ത് ചിന്തിക്കണമായിരുന്നു. അന്ന് ചിന്തിച്ചിട്ടില്ല. അന്ന് ആളുകളെ പരിഹസിക്കാനും കളിയാക്കാനും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അപ്പോൾ ഓർമ്മ വരുന്നതാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ പരിഹസിക്കുന്ന, ഇസ്ലാമിനെ ചെറുതാക്കി കാണുന്ന ആളുകളോട് നമുക്ക് വെറുപ്പുള്ളപ്പോൾ തന്നെ ഒരു സഹതാപമല്ലാതെ മറ്റൊന്നും നമുക്ക് അവരോടില്ല. കാരണം ഈ ആളുകളെല്ലാം ഈ ആയത്തിൽ പറഞ്ഞതുപോലെ യതദക്കറുൽ ഇൻസാൻ, പരലോകത്ത് വന്ന് എനിക്ക് ഖേദിച്ച് ചിന്തിക്കാനുള്ളതാണ്. വഅന്നാ ലഹു ദിക്റ, അന്നേരത്ത് ചിന്തിച്ചതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ പറയുകയാണ്. എന്നിട്ട് അവൻ പറയും യഖൂലു യാ ലൈതനി,
അവൻ പറയും യാ ലൈതനി, ഞാനായിരുന്നെങ്കിൽ ഖദ്ദംതു ലി ഹയാതി, എൻ്റെ ഈ ജീവിതത്തിന് വേണ്ടി ഞാൻ വല്ലതും മുൻകൂട്ടി ഒരുക്കിയിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്. ഇവിടെ ലി ഹയാത്തി എന്ന് പറയുന്നതിന് രണ്ട് വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. ഒന്ന്, ദുനിയാവിൽ തന്നെ ഞാൻ പരലോക ജീവിതത്തിന് വേണ്ടി വല്ലതും അമലുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര നന്നായിരുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ഈ ഹയാത്ത് എന്ന് പറയുന്നത് ഹയാത്തു ദുന്യ, ആ ദുനിയാവിന് ഞാൻ നന്നായി അമലുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര നന്നായേനെ എന്നാണ്. രണ്ടാമത്തെ അഭിപ്രായം, അതാണ് കൂടുതൽ ശരിയായി മനസ്സിലാകുന്നത്, ഇവിടെ പറയുന്ന ഈ ഹയാത്ത് അത് പരലോകത്ത് ജീവിതമാണ്. യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി, എൻ്റെ ഈ ജീവിതത്തിന് വേണ്ടി അഥവാ പരലോക ജീവിതത്തിന് വേണ്ടി ഞാൻ വല്ലതും ചെയ്തിരുന്നെങ്കിൽ എന്നാണ്. അഥവാ യഥാർത്ഥത്തിലുള്ള ഹയാത്ത്, യഥാർത്ഥത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് അത് പരലോക ജീവിതമാണ്. ദുനിയാവിലെ ജീവിതത്തിന് പല പണ്ഡിതന്മാരും അതിന് യഥാർത്ഥത്തിലുള്ള ഹയാത്ത് എന്ന് പറയാൻ സാധിക്കില്ല എന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ യഥാർത്ഥത്തിലുള്ളൊരു ജീവിതം ഇവിടെ ഇല്ല. ഇവിടെ ആരും സുഖത്തോടുകൂടി സമാധാനത്തോടുകൂടിയും എന്നൊന്നും ജീവിക്കുകയില്ല. ഇവിടെ സന്തോഷമുണ്ടെങ്കിൽ ദുഃഖമുണ്ടാകും, ആഫിയത്തുണ്ടെങ്കിൽ പ്രയാസമുണ്ടാകും. എത്ര കഴിഞ്ഞാലും എത്ര ആസ്വദിച്ചാലും അവസാനം എല്ലാത്തിൽ നിന്നും ഒരു തിരിച്ചുപോക്ക് മാത്രമാണ്. സ്ഥിരമായി തുടരുക എന്ന് പറയുന്ന അവസ്ഥ ഇവിടെ ഇല്ല. നമ്മുടെ ഒപ്പം ഒരുമിച്ചുണ്ടായിരുന്ന ആളുകൾ എന്തായാലും ഭിന്നിക്കുന്നതാണ്. എത്ര സ്നേഹത്തോടുകൂടി കഴിഞ്ഞ ആളുകളാണെങ്കിലും, ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും, ഉപ്പയും മക്കളായിരുന്നാലും, ആരും എത്ര സ്നേഹമുള്ള കുടുംബമാണെങ്കിലും, എത്ര ഐക്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടുമ്പോൾ ഒരുമിച്ചിരിക്കുന്ന കൂട്ടുകാരാണെങ്കിലും എല്ലാവരും പിരിയുന്നതാണ്. ആർക്കും അവിടെ എന്നും ഒരുമിച്ചിരിക്കുക എന്നുള്ളത് സാധ്യമല്ല. ഓരോരുത്തരായി ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു യഥാർത്ഥത്തിലുള്ള ഹയാത്ത്, യഥാർത്ഥത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഈ ദുനിയാവിനെ പറയുകയില്ല. അതുകൊണ്ട് അവിടെ ഈ ഹയാത്തി എന്ന് പറയുന്നത് അത് പരലോക ജീവിതമാണ്. കാരണം അതാണ് ജീവിതം. അവിടെ മരണമില്ല, അവിടെ ദുഃഖമില്ല, അവിടെ സന്തോഷമില്ല. അങ്ങനെയുള്ള ജീവിതമാണത്. അല്ലാഹു തആല പറഞ്ഞല്ലോ, വ ഇന്നദ്ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ, തീർച്ചയായും പരലോക ജീവിതമാണ് എന്നേക്കുമുള്ള പൂർണ്ണമായ ജീവിതം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ പറയുന്നത്. ലൗ കാനൂ യഅലമൂൻ, അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. ഇതൊന്നുമില്ല, ഇവിടെ ഏതാനും നിസ്സാരമായ സമയം മാത്രമാണ്. ഒരു മനുഷ്യൻ ഒരുപാട് വർഷങ്ങൾ ഇവിടെ ജീവിച്ചാൽ പോലും അവൻ പരലോകത്തെത്തിയാൽ അവന് തോന്നുന്നത് ഒരു ദിവസത്തിൻ്റെ ആദ്യ സമയത്ത് അവൻ കഴിച്ചു കൂട്ടിയതുപോലെ. ഒരു ദുഹാ സമയം എത്രയാണോ, ഒരു സുബഹി മുതൽ അവനൊരു ലുഹർ വരെയുള്ള സമയം എത്ര ഞാൻ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്ന് മനുഷ്യൻ ചിന്തിച്ചു പോകും. അതല്ലെങ്കിൽ ഒരു വൈകുന്നേരം മുതൽ ഒരു മഗ്രിബ് വരെയുള്ള ഒരു സന്ധ്യാസമയം അവൻ എത്രയാണോ കഴിച്ചു കൂട്ടിയത് അത്ര മാത്രമായിട്ട് അവന് തോന്നും. അവൻ അപ്പോൾ ചിന്തിക്കും, ആ കുറഞ്ഞ നേരം ശരിക്കും ജീവിച്ചാൽ മതിയായിരുന്നു, ആ കുറഞ്ഞ നേരമുള്ള പ്രയാസങ്ങൾ സഹിച്ചാൽ മതിയായിരുന്നു എന്നവൻ ചിന്തിക്കും. കാരണം അത്രയും നിസ്സാരമായിട്ടുള്ള ഒരു ലോകം മാത്രമാണ്, അത്രയും കുറഞ്ഞ അളവിലുള്ള ഒരു ലോകം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇഹലോകം എന്നുള്ളത്. എന്നാൽ ഹയാത്ത്, യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് പരലോകമാണ്. അതവിടെ അവൻ ചിന്തിക്കുകയാണ്, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി, ഈ ജീവിതത്തിന് വേണ്ടി, അത് പരലോകത്തിന് അവിടെ ഹയാത്ത് ജീവിതം എന്നാണ് പറഞ്ഞത്, ആ യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി ഞാൻ വല്ലതും മുൻകൂട്ടി കൊണ്ടിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നവൻ പറയുന്നതാണ്. പക്ഷേ അത് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അന്നാ ലഹു ദിക്റ, ഈ സമയത്ത് അവൻ ചിന്തിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല, ഒരു ഉപകാരവും അതുകൊണ്ടില്ല എന്ന് പറയാണ്. പിന്നീട് സഹോദരങ്ങളെ, ആ നരകത്തിലുള്ള ആ പരലോകത്തുള്ള ശിക്ഷയെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവൻ ആളുകളെ എത്ര കൃത്യമായി ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടുമെന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അവിടെ പറയുന്നു, ഫയൗമ ഇദിൻ ലാ യുഅസ്സിബു അദാബഹു അഹദ്, അപ്പോൾ അന്നേ ദിവസം അള്ളാഹുവിൻ്റെ ശിക്ഷ പോലെയുള്ള ഒരു ശിക്ഷയും ഒരാളും ശിക്ഷിക്കുകയില്ല. ഏറ്റവും കൃത്യമായിട്ടുള്ള ശിക്ഷ, ഒരു കാര്യം പോലും ഒഴിഞ്ഞു പോകാതെ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ ശിക്ഷിക്കുന്നതായി ആയിരിക്കുമെന്നാണ്. വലാ യൂസിഖു വസാഖഹു അഹദ്, അതുപോലെ അള്ളാഹുവിൻ്റെ പിടിച്ചു ബന്ധിക്കൽ പോലെ ഒരാളും അവിടെ പിടിച്ചു ബന്ധിക്കുകയില്ല. വളരെ ശക്തമായിട്ടുള്ള ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നൽകുന്നതായിരിക്കും എന്ന് താക്കീത് ചെയ്തുകൊണ്ട് പറയാം. സഹോദരങ്ങളെ, ഈ ആയത്ത് കേൾക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അള്ളാഹു തആല അപ്പോഴും അർഹമുർ റാഹിമീനാണ്, അങ്ങേയറ്റം കാരുണ്യമുള്ളവൻ തന്നെയാണ്. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഇന്ന് തന്നെ പറഞ്ഞു തന്നിരിക്കുകയാണ്. അള്ളാഹു തആല ഈ കാര്യം പറഞ്ഞു തരുന്നതിന് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ പറഞ്ഞയച്ചു, അവരുടെ കയ്യിൽ വേദഗ്രന്ഥം പറഞ്ഞയച്ചു. അങ്ങനെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മുഴുവനും റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ ബാക്കി വെച്ചു അള്ളാഹു തആലയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ടും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിലേക്ക് വരാത്ത ആളുകളെയാണ് അള്ളാഹു തആല പരലോകത്ത് ശിക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിനെതിരല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ അതിലാണ്, നീതി മാത്രമാണ് എന്ന സഹോദരങ്ങളെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. കാരണം ചിലരെങ്കിലും അള്ളാഹുവിൻ്റെ ഖുർആനിലുള്ള ശക്തമായ ശിക്ഷകളെക്കുറിച്ചും നരകത്തിലുള്ള ശിക്ഷാമുറകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തില്ലാത്തവനാണ്, കാരുണ്യമില്ലാത്തവനാണ് എന്നൊക്കെ ചിന്തിക്കുന്ന
വിവരം കുറഞ്ഞ ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ശരിക്കും ചിന്തിക്കണം. ചിന്ത അത് വികസിച്ചുകൊണ്ട് ചിന്തിക്കണം. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല നേർക്കുനേരെ ഒറ്റയടിക്ക് ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമല്ല. മറിച്ച് നമുക്ക് ഈ ദുനിയാവ് ഉണ്ടാക്കി തന്നു, തിന്മകൾ വേർതിരിച്ചു തന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല തിന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ കുറച്ചു തന്നു. നന്മകൾ ചെയ്യാൻ കുറഞ്ഞ നന്മകൾക്ക് ഇരട്ടി പ്രതിഫലങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. ഒരു അമലിന് ഏറ്റവും കുറഞ്ഞത് 10 പ്രതിഫലം, പിന്നീട് ഇരട്ടി പ്രതിഫലം. തിന്മ എത്ര ചെയ്താലും ഒരു തിന്മക്കൊരു ശിക്ഷ. ഇങ്ങനെ എല്ലാ നിലക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയിൽ കാര്യങ്ങൾ ഒരുക്കി തന്നു. ഇതിനൊരാൾക്ക് തിന്മ സംഭവിച്ചാൽ ഉടനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നില്ല. തൗബയുടെ വാതിൽ തുറന്നു തന്നു. രാവിലെ തിന്മ ചെയ്തവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല രാവിലെ തൗബ സ്വീകരിക്കുന്നതാണ്. രാവിലെ തിന്മ സംഭവിച്ചു പോകുന്നവർക്ക് അള്ളാഹു തആല രാവിലെ തൗബയുടെ വാതിൽ തുറന്നിരിക്കുകയാണ്. എല്ലാ നേരത്തും അമലുകൾ കൊണ്ട്, തൗബ ചെയ്തുകൊണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല എമ്പാടും ഒരുക്കി നൽകി. അങ്ങനെയുള്ള അവസരം മുഴുവനും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയതിന് ശേഷവും വീണ്ടും അശ്രദ്ധയിലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൽ നിന്നും അകന്നുകൊണ്ട് അവനവന് തന്നെ ഉപദ്രവമുള്ള കാര്യങ്ങൾ ചെയ്ത ആളുകളെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വെച്ച് ശിക്ഷിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ തന്നെയും അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല അവൻ്റെ മഗ്ഫിറത്ത് നൽകുന്നതായിരിക്കുമെന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കണം. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷകൾ കേൾക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ മനസ്സിലാക്കരുത് റബ്ബിന് കാരുണ്യം കുറവാണ് എന്ന് മനസ്സിലാക്കരുത്. മറിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യം മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ അത് ആവരണം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള ആ പരലോകത്ത് വെച്ച് ലഭിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷകൾ ഈ നരകത്തിൽ അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കും. അവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ പറയുന്നുണ്ട്, ഇഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ, നിങ്ങൾ അവിടെ ശാശ്വതരായി മിണ്ടാതെ കഴിഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾക്കിനി മിണ്ടാൻ സാധിക്കുകയില്ല. എങ്ങനെയുള്ള നിന്ദ്യതയിൽ നരകത്തിൻ്റെ ആളുകൾക്ക് അവിടെ ശിക്ഷയുണ്ടാകും എന്ന് പറയാണ്. അപ്പം നമ്മൾ നരകത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആയത്തുകളുടെ വിശദീകരണത്തിലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. നരകത്തിൽ ഏറ്റവും നിസ്സാരമായ ശിക്ഷ എന്ന് പറയപ്പെടാവുന്നത് ഒരു തീ കൊണ്ടുള്ള ഒരു ചെരുപ്പ് ധരിപ്പിക്കുക എന്നുള്ളതാണ്. തീ കൊണ്ട് ചുട്ടുകൊള്ളുന്ന ഒരു ചെരുപ്പ് ഒരാളെ ധരിപ്പിക്കും. ആ നിസ്സാരമായ ശിക്ഷയുടെ മുറ എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് ധരിപ്പിച്ചാൽ അവൻ്റെ തലയിൽ നിന്നും അത് തിളച്ചു മറയുന്നതായിരിക്കുന്നതാണ്. കാലേറ്റവും താഴെയാണ്, തല ഏറ്റവും മുകളിലാണ്. അങ്ങനെയുള്ള ശിക്ഷ അവൻ ലഭിക്കും. അവൻ വിചാരിക്കും ഇതാണ് ഏറ്റവും കഠിനമായ ശിക്ഷ എന്ന് വിചാരിക്കും. അതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഫയൗമ ഇദിൻ ലാ യുഅസിബു അദാബഹു അഹദ്, അള്ളാഹുവിൻ്റെ ശിക്ഷ പോലത്തെ ഒരു ശിക്ഷ അന്ന് വേറൊരാളും ശിക്ഷിക്കുകയില്ല. വലാ യൂസിഖു വസാഖഹു അഹദ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പിടിച്ചുബന്ധിക്കൽ പോലെ ഒരു പിടിച്ചുബന്ധിക്കൽ മറ്റൊരാളും അവിടെ നടത്തുകയില്ല. വളരെ കൃത്യമായി ഓരോരുത്തരെയും അള്ളാഹു തആല വിചാരണ ചെയ്തുകൊണ്ട് ശിക്ഷിക്കുന്നതായിരിക്കും എന്ന് സഹോദരങ്ങളെ അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത് സഹോദരങ്ങളെ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൽബുകൾക്ക് അള്ളാഹു തആല കുളിർമ നൽകുന്ന വാചകങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് ആരംഭിക്കുന്നത്. ഇത് ഖുർആനിൻ്റെ ശൈലിയാണ്. എവിടെയെങ്കിലുമൊക്കെ നരകവുമായി ബന്ധപ്പെട്ട പ്രതിപാദ്യ വിഷയങ്ങളുണ്ടെങ്കിൽ തൊട്ടുടനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. കാഫിറുകൾക്ക് കിട്ടുന്ന പര്യവസാനത്തെക്കുറിച്ച് പറയുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. ഇവിടെയും അത് നമുക്ക് കാണാൻ സാധിക്കും. അവസാനത്തിൽ അള്ളാഹു തആല പറയാൻ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഹേ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, നീ നിൻ്റെ റബ്ബിൻ്റെ അടുക്കലേക്ക് മടങ്ങുക. റാദിയത്തൻ, നിനക്ക് തൃപ്തിയുണ്ട്, മർദിയത്തൻ, നിന്നെയും അവർക്ക് തൃപ്തിയുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. ഇത് സഹോദരങ്ങളെ, ഈ പറയപ്പെടുന്ന വാചകങ്ങൾ അത് മുഅ്മിനായ ഒരു മനുഷ്യൻ്റെ റൂഹ് ഉരപ്പെടുന്ന സമയത്ത് പറയുന്ന വാക്കാണ് എന്നാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ റൂഹ് ശരീരത്തിൽ നിന്നും വേർപെട്ടു പോകുന്ന സമയം, അവൻ്റെ മരണസമയം, ഈ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സുമുഖരായ നല്ല ഭംഗിയുള്ള മലക്കുകളെയാണ് പറഞ്ഞയക്കുക എന്നാണ്. ആ മലക്കുകൾ വന്നിട്ട് ആ മലക്ക് ആത്മാവിനോട് പറയുന്ന വാക്കാണ് ഇർജിഇ, നീ മടങ്ങുക, ഇലാ റബ്ബിക, നിൻ്റെ റബ്ബിലേക്ക് മടങ്ങുക, റാദിയത്തെ, നീ തൃപ്തിയോടുകൂടി വരിക, മർദിയ, നിന്നെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്, റളിയല്ലാഹു അൻഹും വറദു അൻഹു എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ. അതുകൊണ്ട് നീ തൃപ്തിപ്പെട്ടുകൊണ്ട് വരിക, അതുപോലെ തന്നെ നിന്നെയും അവർ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കാണ്. കാരണം അങ്ങനെയുള്ള സ്വർഗ്ഗലോകത്തിലേക്കാണ് പോകുന്നത്. അത് ഈ ഖബർ മുതൽ ആരംഭിക്കുന്നു എന്നാണ്. നമ്മളെവിടെ മറമാടിയാലും ശരി, ആ ഖബർ മുതൽ ആ സ്വർഗീയ ഭവനം ആരംഭിക്കുമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലമൗദിഉ സൗതി അഹദികും ഫിൽ ജന്നതി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹ, ഒരാൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു ചാട്ടവാർ വെക്കാനുള്ള ചെറിയ സ്ഥലം, ഏതാനും ചെറിയൊരു ഭാഗമാണ് ചാട്ടവാർ ഇരിക്കുക എന്ന് പറഞ്ഞൊരു വീട്ടിൻ്റെ ഒരു മൂലക്കാണ്. അങ്ങനെയുള്ളൊരു സ്ഥലം ഒരാൾക്ക് സ്വർഗ്ഗത്തിൽ കിട്ടിയാൽ അത് ഖൈറും മിനദ് ദുനിയ വമാ ഫീഹ, ദുനിയാവും അതിലുള്ള മുഴുവൻ കാര്യങ്ങളെക്കാളും അവന് ഖൈറായിട്ടുള്ള കാര്യമാണ്. അതിനേക്കാളും അവന് ആസ്വദിക്കാൻ പറ്റും ആ ചെറിയൊരു ഭാഗം.
അങ്ങനെയുള്ള ഒരുവൻ ഈ ദുനിയാവിൽ അവന് ചെറിയ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഖൈറും മിന ദുനിയ വമാ ഫീഹ എന്ന ദുനിയാവിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ ഏറ്റവും സുഖലോലുപത മുഴുവൻ കൂട്ടിയാലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഈ ചെറിയ കാലഘട്ടത്തിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ സംവിധാനത്തിന് വേണ്ടി ഈ പരലോകം ഉപേക്ഷിക്കുന്ന ആളുകൾ, നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ, തൗഹീദ് ഉപേക്ഷിക്കുന്ന ആളുകൾ, ദീനിൻ്റെ നിയമങ്ങളെ കാറ്റിപ്പറത്തുന്ന ആളുകൾ എത്ര മൂഢന്മാരായ ആളുകളാണ്. നിസ്സാരമായ ചെറിയ ആസ്വാദനങ്ങൾക്ക് വേണ്ടി, അല്ലെ കോളേജ് ലൈഫിന് വേണ്ടി ഇസ്ലാമിനെ മാറ്റിവെക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ കൂട്ടുകാരോടൊപ്പം ആസ്വദിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിനെ മാറ്റിവെക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ആ നിലക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ബിസിനസ്സുകൾക്ക് വേണ്ടി ഇസ്ലാമിൻ്റെ നിയമങ്ങളെ മാറ്റിവെക്കുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? അവന് സ്വർഗത്തിൽ ചെറിയൊരു ഭാഗം കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ നല്ലതാണ്. എങ്കിൽ എത്ര വലിയ വിഡിത്തമാണ്. സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യങ്ങളിൽ നിന്നും അവൻ അതിന് തടയിടുന്ന കാര്യങ്ങളിൽ അവൻ വ്യാപൃതനാവുക, എന്നിട്ട് ഈ സ്വർഗത്തിൻ്റെ കാര്യത്തെ തൊട്ട് വിസ്മരിച്ചു പോകുക എന്ന് പറയുന്നത് എത്ര വലിയ മൂഢത്തരമാണ്, വിഡ്ഢിത്തരമാണ് എന്നുള്ളത് സഹോദരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് തരുമാറാകട്ടെ. എന്നിട്ട് പറയുന്നു, യാ അയ്യഹത്തു നഫ്സുൽ മുത്മഇന്ന, യാ അയ്യത്തുഹൽ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. ഒരു ആയത്തിന് മുമ്പിലുണ്ട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഉൾക്കൊണ്ടതിനാൽ, ദീനിൽ അവൻ യഥാവിധത്തിൽ പാലിച്ചത് കൊണ്ടാൽ അവന് സമാധാനമുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ ദിക്റിലൂടെയാണ്, അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിലൂടെയാണ് ഒരാൾക്ക് അവൻ്റെ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത് എന്നാണ്. അപ്പോൾ സമാധാനം ലഭിക്കാൻ ദുനിയാവിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ദീനുൽ ഇസ്ലാമിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ദുനിയാവിൽ വലിയ സമ്പന്നന്മാർ സമാധാനിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ദുനിയാവിൽ വലിയ ആളുകളൊക്കെ അറിയപ്പെടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ വലിയ രൂപത്തിൽ സന്തോഷിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി, യഥാർത്ഥത്തിൽ തെറ്റി. അത് പലപ്പോഴും നമ്മൾ പുറത്ത് കാണുകയും ചെയ്യുന്ന കാര്യമാണ്. എത്ര വലിയ സമ്പത്തുള്ള ആളുകളും ഒരു വേളയിൽ നമുക്ക് കാണാൻ സാധിക്കും അവർ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്ന വിവരം നമുക്ക് പുറത്തേക്ക് വരികയാണ്. അതല്ലെങ്കിൽ അവർക്കിടയിലുള്ള മാനസികമായ പ്രശ്നങ്ങൾ അവർ പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. ആരാണ്? ഏതെങ്കിലും നിസ്സാരരായ ആൾക്കാരല്ല, ദുനിയാവിൽ ഏറ്റവും വലിയ അധികാരത്തിലേറിയ ആളുകൾ, ദുനിയാവിൽ ഏറ്റവും വലിയ സമ്പത്ത് കൈയാളിയ ആളുകൾ. ആ രൂപത്തിൽ ദുനിയാവിൽ എല്ലാവരും അറിയപ്പെട്ട ആളുകൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണത്. അവർക്ക് സമാധാനം ലഭിക്കുന്നില്ല, അവർക്ക് ശാന്തി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ലഭിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ ഒരാൾ മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ ഖളാ ഖദറിനെക്കുറിച്ച് മനസ്സിലാക്കി, പരലോകത്തെക്കുറിച്ച് മനസ്സിലാക്കി, സ്വർഗ്ഗനരകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി, ഈ ചെയ്യുന്ന ജീവിതത്തിന് ഒരർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്കല്ലാതെ ഒരിക്കലും സമാധാനം കിട്ടുകയില്ല. അല്ല, നമുക്കൊക്കെ സഹോദരങ്ങളെ അള്ളാഹു തആല മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എത്ര വലിയ നിഅമത്താണ്. നമുക്കൊരു പരീക്ഷണം വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അജബൻ ലി അംറിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിൻ്റെ കാര്യം എത്ര അത്ഭുതമാണ്. അവൻ എന്തെങ്കിലുമൊക്കെ ഒരു ഖൈറുണ്ടായാൽ അവൻ എന്ത് ചെയ്യും? നന്ദി കാണിക്കും. നല്ല എന്തെങ്കിലും കിട്ടിയാൽ അവൻ സമാധാനിക്കാൻ, നന്ദി കാണിക്കാൻ ഒരു റബ്ബ് അവനുണ്ട്. റബ്ബിലേക്ക് കൂടുതൽ വിനയാന്യതനാകും. ഒരു എന്തെങ്കിലും സന്തോഷ വാർത്ത കിട്ടിയാൽ തന്നെ നമുക്ക് സുജൂദ് ശുക്റുണ്ട്, നന്ദി കാണിക്കും. അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ കൂടുതൽ അടുത്തുമൊക്കെ അനുഗ്രഹങ്ങളെ അങ്ങനെ മാറ്റും. അവൻ എന്തെങ്കിലുമൊക്കെ പ്രയാസമുണ്ടായാലും ക്ഷമിക്കും. ഇത് അള്ളാഹു തആല അവൻ നൽകിയിട്ടുള്ള ഒരു പ്രയാസം, ക്ഷമിച്ച പ്രതിഫലമുണ്ട്. അവൻ ക്ഷമിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. അത് മുഅ്മിൻ അല്ലാതെ മറ്റൊന്നുമില്ല, മറ്റാൾക്കും ഇല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് മുഅ്മിന് മാത്രമുള്ളതാണ്, അത് കാഫിറിന് ലഭിക്കുകയില്ല. ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം ഇനി പരലോകമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു നിരീശ്വരവാദിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അവൻ്റെ കയ്യിൽ സമ്പത്തില്ല, അവന് രോഗം ബാധിക്കാൻ, പ്രയാസം ബാധിക്കാൻ, അതല്ലെങ്കിൽ അവൻ നല്ല നിലക്ക് തന്നെ ജീവിച്ചു, ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. എന്ത് പ്രതീക്ഷയിലാണ് അവൻ പോകുന്നത്? കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഇനി ചിന്തിക്കാനൊന്നുമില്ല, ഇനി ആസ്വദിക്കാനൊന്നുമില്ല. ഇതാണ് അവൻ്റെ മനസ്സിൽ. കാരണം പരലോകത്തെക്കുറിച്ച് വിശ്വസിക്കുന്നില്ല. അവസാനത്തിലേക്ക് എത്തുന്ന സമയത്ത് കൂടുതൽ കൂടുതൽ ബേജാറിലേക്ക് പോവാൻ. ഞാൻ ഈ ഉണ്ടാക്കിയതൊക്കെ എന്തിനായിരുന്നു? ഒരുപാട് ലക്ഷങ്ങൾ ഉണ്ടാക്കി, കോടികൾ ഉണ്ടാക്കി, ഇനിയിപ്പോൾ എന്താണ്? ആസ്വദിക്കാൻ പറ്റുന്നില്ല, തിന്നാൻ പറ്റുന്നില്ല, ജീവിക്കാൻ പറ്റുന്നില്ല, ചെറിയൊരു മെത്തയിൽ കിടക്കേണ്ട അവസ്ഥയാണ്, ഒന്നിനും വയ്യ എന്ന ചിന്തയിലാണ്. എന്നാൽ അന്നേരവും ഒരു ചെറിയ കൂരയിൽ, മഴ കൊണ്ട് ചോർന്നൊലിക്കുന്ന ഒരു കൂരയിൽ ജീവിക്കുന്ന ഒരു മുഅ്മിൻ്റെ ഖൽബിൽ വലിയ സമാധാനം ഉണ്ടാവും. കാരണം അവനറിയുന്നത് ഇവിടെ ദുനിയാവിൽ എത്ര ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ടായ, സ്വർഗത്തിൽ അങ്ങനെയൊന്നുമില്ല. സ്വർഗത്തിൽ അങ്ങനെയൊന്നുമില്ല. സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അമലുകൾക്കനുസരിച്ചാണ് പരിഗണിക്കുക എന്നുള്ളത് അവന് വളരെ കൃത്യമായി അറിയാൻ സാധിക്കും. അതാണ് സഹോദരങ്ങൾ ഒരു മുഅ്മിൻ്റെ ഖൽബ് എന്ന് പറയുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല പറഞ്ഞ മനോഹരമായ വാചകം കാണാൻ സാധിക്കും. അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോയപ്പോൾ, അദ്ദേഹം അവസാനം ജയിലിൽ തന്നെയാണ് മരണപ്പെടുന്നത്. അദ്ദേഹത്തെ കാഫിറുകളായ ആളുകൾ ജയിലിലേക്ക് കൊണ്ടുപോയ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട്. മാ യസ്നഉ അഅദാഇ ബി, എൻ്റെ ശത്രുക്കൾക്ക് എന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ശത്രുക്കൾക്ക് എന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ഇന്ന ജന്നത്തി ഫി സദ്രി, കാരണം എൻ്റെ സ്വർഗം എന്ന് പറയുന്നത് എൻ്റെ ഖൽബിലാണ്, എൻ്റെ ഉള്ളിലാണ്.
അതൊരിക്കലും അവർക്ക് എന്നിൽ നിന്നും അകറ്റാൻ സാധിക്കില്ല. ജയിലിലേക്ക് പിടിച്ചിട്ടു എന്നുള്ളത് കൊണ്ട് എൻ്റെ ആസ്വാദനങ്ങൾക്ക് തടയാൻ സാധിക്കില്ല. കാരണം എൻ്റെ സ്വർഗം എന്ന് പറയുന്നത് എൻ്റെ കൽബിലാണ്. കാരണം എൻ്റെ ദീനും എൻ്റെ ഈമാനും എൻ്റെ അറിവും എൻ്റെ ഉറച്ച യക്കീനും എല്ലാം എൻ്റെ കൽബിനാണുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു താലയെക്കുറിച്ച് ചിന്തിക്കാനോ അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനങ്ങളെക്കുറിച്ച് ഓർക്കാനോ ഒന്നും അത് തടസ്സമാകുന്നില്ല. എൻ്റെ ജയിലിലടക്കിയാലും എൻ്റെ കൽബിൽ തന്നെയാണ് എൻ്റെ സ്വർഗമുള്ളത്. കാരണം ആ സ്വർഗം സഹോദരങ്ങൾ, അത് അവന് കിട്ടുന്ന ആസ്വാദനങ്ങൾ എന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ കുറിച്ച് അറിവുണ്ടാകുമ്പോൾ ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് മുൻഗാമികളിൽ ചിലർ പറഞ്ഞത് ലൗ യഅലമുൽ മുലൂക്ക് വ അബ്നാഉൽ മുലൂക്ക്, രാജാക്കന്മാരും അവരുടെ മക്കളുമൊക്കെ അറിഞ്ഞാൽ മാ നഹ്നു ഫീഹ്, നമുക്ക് കിട്ടുന്ന ഈ ആസ്വാദനങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ ലജാലദൂന അലൈഹി ബിസ്സുയൂഫ്, അവർ വാളുകൊണ്ട് വെട്ടിയത് ഞങ്ങൾ കയ്യിൽ നിന്ന് കൈക്കലാക്കുമായിരുന്നു. കാരണം രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏറ്റവും നന്നായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ സ്വന്തമാക്കും, അവരുടെ കൊട്ടാരത്തിലുണ്ടാകും. ഏറ്റവും വലിയത് ഹൃദയത്തിൻ്റെ സമാധാനമാണ്. ഈ പറയുന്ന ആളുകൾ ഇൽമിൻ്റെ ആളുകൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർ വാളുകൊണ്ട് വെട്ടിയിട്ടെങ്കിലും കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് എന്താണ് അവർക്ക് ചെയ്യാൻ സാധിക്കുക? കാരണം ഇന്ന ജന്നതി ഫി സ്വദ്രി, എൻ്റെ സ്വർഗം എന്ന് പറയുന്നത് എൻ്റെ കൽബിലാണ്. വ ഇൻ ഹബ്സി ഖൽവ, എന്നെ അവർ പിടിച്ച് ബന്ധിസ്ഥരാക്കിയാൽ അതെനിക്ക് ഹൽവത്താണ്, അള്ളാഹുമായിട്ട് ഒറ്റയ്ക്കിരിക്കാനുള്ള അവസരമാണ്. അത് വലിയ ആസ്വാദികരമാകുന്ന സന്ദർഭമാണത്. ജനങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് അള്ളാഹുവിനോട് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചും അള്ളാഹു താലയോട് ഒറ്റയ്ക്കിരുന്ന് മുനാജാത്ത് ചെയ്തും ജീവിക്കുക എന്ന് പറയുന്നത് അത് വലിയ അനുഗ്രഹമാണ്. എന്നെ അവർ ഒറ്റയ്ക്കാക്കി ബന്ധിപ്പിച്ചാൽ, ജയിലിലടച്ചാൽ എനിക്കതാണ് എന്നവർ അദ്ദേഹം പറയാൻ. വൈനഫിയൽ ബലദ് സിയാഹ, എന്നെ നാട് കടത്തിയാൽ ഞാനതൊരു സിയാഹായിട്ട്, അതൊരു ടൂറായിട്ട് ഞാൻ കാണും. എന്നെ നാട് കടത്തിയതുകൊണ്ട് എനിക്ക് പ്രയാസമൊന്നുമില്ല. എൻ്റെ ഈ നാട്ടിൽ നാട് കടത്തി വേറെ നാട്ടിലാക്കിയാൽ അതെനിക്കൊരു ടൂറാണ്. വഖത്ലി ഷഹാദ്, ഇനി അവർ എന്നെ കൊന്നാൽ അതെനിക്ക് ഷഹാദത്താണ്. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ മരിക്കാം, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഷഹാദത്ത് കൈവരിച്ച ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗമാണ് നൽകുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് യാതൊരു പ്രയാസവുമില്ല എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്ന സഹോദരങ്ങളെ, അത് മനസമാധാനമടഞ്ഞ ആത്മാവുള്ളത് കൊണ്ടാണ്, അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ ആത്മാവ് അവർക്കുള്ളത് കൊണ്ടാണ് അതവർക്ക് പറയാൻ സാധിച്ചത് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യഹത്തുൻ നഫ്സുൽ മുത്മഇന്ന, ഹേ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, നീ നിൻ്റെ റബ്ബിലേക്ക് തൃപ്തിയോടുകൂടി അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ചുകൊണ്ട് മടങ്ങിക്കൊള്ളുക. ഇതോരോ മുഅ്മിൻ്റെയും റൂഹ് പിരിയുന്ന വേളയിൽ മലക്കുകൾ പറയുന്ന വാക്കുകളാണ് എന്നാണ്. എന്നിട്ട് അവർ പറയും ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി, അള്ളാഹുവിൻ്റെ അടിമകളിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്നാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ അടിയാന്മാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാലിഹ്യങ്ങളായ ആളുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദുസ് സാലിഹീൻ, സാലിഹ്യങ്ങളായ അടിമകളാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ 3 വിഭാഗമാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ അത് പറയുന്നുണ്ട്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് പ്രവേശിപ്പിക്കണം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ച ആളുകൾ, അവരാണ് അള്ളാഹുവിൻ്റെ സാലിഹ്യങ്ങളായ ശുഹദാക്കളായ ആളുകൾ. അതുപോലെ തന്നെ നബിമാരായ ആളുകൾ, സാലിഹ്യങ്ങളൊക്കെ ആ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച ആളുകളാണ്. രണ്ടാമത്തെ വിഭാഗം ഗൈരിൽ മഗ്ലൂബ്, അള്ളാഹുവിൻ്റെ കോപത്തിനിരയായവർ, യഹൂദികളും അവരെ തുടർന്നുള്ള ആളുകളുമാണ്. അഥവാ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് ശരിക്കും മനസ്സിലായതിനു ശേഷം പിന്നീട് അതനുസരിച്ച് അമല് ചെയ്യാത്ത ആളുകളെല്ലാം അതിലാണ് പെടുക എന്നുള്ളതാണ്. മഹാന സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാം, മൻ ഫസദ മിൻ ഉലമാഇന ഫഫീഹി ശബഹും മിനൽ യഹൂദ്, നമ്മുടെ ഉലമാക്കളിൽ അഥവാ മുസ്ലിമീങ്ങളുടെ പണ്ഡിതന്മാരിൽ ആരാണോ പിഴച്ചു പോയിട്ടുള്ളത് അവർക്ക് യഹൂദരോടാണ് സാദൃശ്യമുള്ളത്. കാരണം അവരെല്ലാം മനസ്സിലായതിനു ശേഷവും തെറ്റിപ്പോയിരിക്കുകയാണ്. പിന്നീട് പറയുന്ന മൂന്നാമത്തത് വലദ്ദാലീൻ എന്നാണ്, വഴിപിഴച്ച ആളുകൾ എന്നാണ്. അഥവാ അവർ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്നും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിജ്ഞാനങ്ങളിൽ നിന്നും അകന്നുകൊണ്ട് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ഉബ്ബാദുകളായ ആളുകളാണ്. അവരെക്കുറിച്ച് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് പറഞ്ഞത്, വകുല്ലു മൻ ഫസദ മിൻ ഉബ്ബാദിന ഫഫീഹി ശബഹും മിനൻ നസാറ, ഈ മുസ്ലിം ഉമ്മത്തിലെ ഇബാദത്തുകളിൽ മുഴുകി മാത്രം ഇൽമൊന്നുമില്ലാതെ ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകളോട് സാദൃശ്യമുള്ളത് നസാറാക്കളാണ്. നസാറാക്കളോടാണ് അവർക്ക് സാദൃശ്യമുള്ളത് എന്നാണ്. അത് ദീനിനെക്കുറിച്ച് പഠിക്കുകയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടും, എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടാൽ അതനുസരിച്ച് പ്രയത്നിച്ചു കൊണ്ടേയിരിക്കും, യാതൊരു ഉപകാരവും പരലോകത്ത് അവർക്ക് ലഭിക്കുകയില്ല എന്നാണ്. അപ്പോൾ ഈ 3 വിഭാഗമുണ്ട്. ഇതിൽ സാലിഹ്യങ്ങളായ ആളുകളുടെ വിഭാഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്നാണ് പറയുന്നത്. ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി, അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക്, അള്ളാഹുലേക്ക് ചേർത്തിയിട്ടാണ് ഈ 2 കൂട്ടരെയും അള്ളാഹു പറഞ്ഞത്. ഫദ്ഖുലി ഫി ഇബാദി, എൻ്റെ അടിയാന്മാർ. അതേപോലെ തന്നെ വദ്ഖുലി ജന്നതി, എൻ്റെ സ്വർഗം. അത് അള്ളാഹു തആല അതിന് അത്രയും ഷറഫ് നൽകിയിട്ടുണ്ട് എന്നറിയിക്കുകയാണ്. സിറാത്തുൽ മുസ്തഖീമിൽ പ്രവേശിച്ച ആളുകൾക്ക് അള്ളാഹു അവരെൻ്റെ അടിയാന്മാരാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വർഗത്തിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലേക്കാണ് സഹോദരങ്ങളെ ചേർത്തിയിട്ടുള്ളത്. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അഅ്യുൻ, അള്ളാഹു തആല പറഞ്ഞത് ഒരാൾക്കും ഒരാത്മാവിനും ഒരു മനുഷ്യനും ഒരു മനുഷ്യ മനസ്സിനും അള്ളാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമയേകുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ഒളിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരാൾക്കും അറിയാൻ സാധിക്കുകയില്ല
എന്ന് പറഞ്ഞ സ്വർഗമാണ് സഹോദരങ്ങളെ അല്ലാഹു തആല പറയുന്നത്. ഈ സൂറത്ത് ഇതോടുകൂടി അവസാനിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ ആരംഭത്തിൽ പ്രധാനപ്പെട്ട ഒരുപാട് ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് സത്യം ചെയ്ത് പറഞ്ഞത് ഈ പറയുന്ന കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പരലോകത്തുള്ള ഈ ഒരു സംഭവം ഇതുണ്ടായിരിക്കുന്നതാണ്, അതിനുവേണ്ടി ഓരോരുത്തരും തയ്യാറായിരിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ ഈ കാര്യം കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല ഈ ദുനിയാവിൻ്റെ നശ്വരതയെക്കുറിച്ച് മനസ്സിലാക്കാനും പരലോകമാണ് ശാശ്വത ഭവനമെന്ന് എപ്പോഴും മനസ്സിൽ ഉറപ്പിക്കാനും നമുക്കേവർക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.